ഇന്ന് എന്റെ അമ്മോന്റെ മോളെ കല്യാണമാണ് കേട്ടോ. ഞങ്ങള് കസിൻസിലെ ലാസ്റ്റത്തെ പെൺകുട്ടിന്റെ കല്യാണമാണ്. ആളിനെക്കാട്ടിയും കുറച്ച് മൂത്തതാണ് കേട്ടോ. ഞാനും അൻഷി നിക്കാന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് രാവിലെ തന്നെ ഒരു സുഖമില്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാനും അൻഷി ഇങ്ങനെ വെല്ലനെ പോവാ വിചാരിച്ചു. ബിഫോർ മാരേജ് നമ്മൾ കല്യാണത്തിന് മുന്നേ ഒരേ മാതിരി ട്വിന്നിങ് ഒക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്വിന്നിങ് ആയിട്ട് ഡ്രസ്സ് ഇടല് കുറവാണ്. അപ്പൊ ഇപ്രാവശ്യം അൻഷിക്ക് നിർബന്ധമായിരുന്നു രണ്ടാളും സെയിം കളർ വേണം. അങ്ങനെ നമ്മൾ ബ്ലാക്ക് കോംബോ ആക്കി ഇട്ടുട്ടോ. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചപ്പോ ദില അവിടെ ഉണ്ടായിരുന്നു. ദില നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോത്തിന് നിക്കാഹ് പകുതിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രൈഡിന്റെ എൻട്രി ആയിരുന്നു. ഇതാണ് കേട്ടോ എന്റെ കസിന്. ഞങ്ങൾ എല്ലാരും കൂടെയാണ് ഓളെ സ്റ്റേജിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറെ നേരമായിട്ട് ഉമ്മാനെ കാണില്ലേനു. ലാസ്റ്റ് ഫുഡ് കഴിക്കണ നേരത്താണ് കേട്ടോ ഉമ്മാനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇമ്മി നല്ല സുന്ദരി ആയിക്കണേ. പിന്നെ നമ്മൾ വന്നത് ഫുഡ് കഴിക്കണ നേരത്തെ ആയതുകൊണ്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എന്റെ കസിന്റെ കുട്ടിയാണ് കേട്ടോ. ആളിങ്ങനെ ഇരിക്കണം നോക്കണ്ട, ആളൊരു കില്ലാടിയാണ്. ഇവളുടെ ട്രോഫിയാണ് കേട്ടോ ഉമ്മാന്റെ കയ്യിൽ ഇരിക്കണത്. ചെക്കൻ വരലും മഹർ കെട്ടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഓളെ അവിടുത്തെ ഓഡിറ്റോറിയത്തേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തി കുറച്ചേരൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അവിടെ എത്തിയപ്പോ ചെക്കന്റെ ചങ്ങായിമാർ ഒപ്പിച്ച പരിപാടിയാണോ ഈ ഒരു കാർഡ് എന്ന് അറിയില്ല കേട്ടോ. അവിടെ എത്തിയപ്പോ എനിക്ക് ഞങ്ങളെ കല്യാണമാണ് കേട്ടോ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അൻഷിനോട് പറയണേ നമ്മളെ കല്യാണത്തിനും ഉണ്ടായിരുന്നല്ലേ ഇങ്ങനത്തെ കാർഡ് എന്നൊക്കെ. ഞങ്ങളെ ഫാമിലിയിലെ പെൺകുട്ടികളെ ലാസ്റ്റത്തെ കല്യാണമാണ് കേട്ടോ. ഇനിയുള്ളതൊക്കെ ബോയ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, എൻജോയ് ചെയ്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.